എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തിരി നേരം വൈകിട്ടാണ് എനിക്കത് 6 മണിയൊക്കെയായി. നമ്മൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം എന്തിനപ്പം നേരത്തെ എനിക്കിട്ട് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ, അപ്പം അതൊക്കെ ആവാന്ന് വിചാരിച്ചു. അപ്പോൾ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പം അടുക്കളയിലേക്ക് കയറിയേക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അരി അടപ്പത്തിടാം. അരി അടപ്പത്തിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡിയായി കിട്ടും. രാവിലത്തേക്ക് നമുക്ക് പുട്ടും കടലക്കറിയാണ് കേട്ടോ. പുട്ടുണ്ടാക്കട്ടെ. പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചൂട് പുട്ടും കടലക്കറിയും അത് കഴിച്ചിട്ട് ഇനി ബാക്കി വിശേഷം കേട്ടാ. കഴിച്ചിട്ട് പറയാട്ടാ, നല്ല വിശപ്പുണ്ട്. അപ്പൊ നമുക്കിന്ന് ചക്കക്കുരും പടവലങ്ങയും കൂടെ ഒരു തോരൻ വെക്കണ്ടേ. അപ്പം അതിന് ചക്കക്കുരു തൊലി കളയാട്ടോ. തൊലി കളഞ്ഞ് നമുക്കത് വെള്ളത്തിലിടാം. 4 പീസാക്കാം കേട്ടോ ഒരു ചക്കക്കുരു. എന്നിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. ചക്കക്കുരു തൊലി കളയാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? അപ്പോഴേ നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
ചക്കക്കുരൊക്കെ നന്നായിട്ട് തിരുമ്മി കഴുകിയിട്ട് അതേ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അതിലത്തെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മളുടെ പടവലങ്ങ ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് ക്ലീനാക്കി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണ്ടേ. അതിനിവിടെ നാളികേരം, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഉള്ള വെള്ളത്തിൽ തന്നെ നമ്മുടെ പടവലങ്ങ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആ പടവലങ്ങ കഴുകിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നമുക്കൊരു എരിവിനനുസരിച്ച് കുറച്ച് മുളക് ഇട്ട് കൊടുക്കുക, കട്ടിയിട്ടത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ പടവലങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ, വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു കഴിക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിവിടെ ഇഞ്ചി ചേർത്തിട്ടില്ല. അപ്പം നമ്മളുടെ പടവലങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ഞാൻ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പം ഇനി നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മുകളിൽ ഈ അരപ്പിട്ടിട്ട് ഇളക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അരപ്പ് അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് മുകളിൽ വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു ഇലയിട്ട് മൂടിയിട്ട് അടപ്പിട്ട് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് വെന്ത് കിട്ടും. അതിലുള്ള വെള്ളവും വറ്റി കിട്ടും. നമ്മൾ അരപ്പിട്ടതൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡി ആയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഊണിനുള്ള കറി എന്ന് പറയണത് ചക്കക്കുരും പടവലങ്ങയും കൂടെ അവിയൽ വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡെയിലി കുഞ്ഞിന് ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അവനത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ടൈലറിങ് മെഷീൻ്റെ അടുത്തൊന്ന് വന്നതാണ് കേട്ടോ. കുറേ നാളായി ഇപ്പം ഞാൻ തയ്ക്കാണ്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ടോപ്പുകൾ, കുറച്ച് കുർത്തീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. കോംബോയിലാണ് കേട്ടോ വാങ്ങിയത്. ഒറ്റൊരു ഓർഡറിൽ 4 എണ്ണം 499 രൂപയാണ് കേട്ടോ 4 എണ്ണത്തിന്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്തു. പക്ഷേ ഞാൻ നിങ്ങൾക്കത് ഇട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ഷേപ്പ് ആക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കൈക്ക് ലെങ്ത്ത് ഉണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമല്ല കൈക്ക് ലെങ്ത്ത്. അപ്പോൾ കൈൻ്റെ മുട്ടിൻ്റെ അവിടെ വരെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ അതൊന്ന് വെട്ടി കുറച്ചിട്ട് ഷേപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് തയ്ക്കാണ്ടൊക്കെ ആയിട്ട്, അപ്പോൾ കുറച്ച് കാലം കൂടിയിട്ടൊന്ന് തയ്ക്കാനിരുന്നതാണ്. അപ്പോൾ നമ്മളുടെ ടോപ്പുകൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് ഏതാണെന്ന് പറയണം കേട്ടോ. എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് ഏത് ടോപ്പാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയണേ. എൻ്റെ പാറുക്കുട്ടിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ബ്ലൂവും വൈറ്റും. നല്ല ഭംഗിയുണ്ടെന്നാണ് അവൾ പറയണത്. അമ്മയ്ക്കിത് നല്ല ഭംഗിയുണ്ട്, നല്ല ചേർച്ചയുണ്ടെന്നാണ് പറയണത്. നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ചേരണത് ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എന്തായാലും നല്ല തുണികളാണ് കേട്ടോ, പോളിസ്റ്ററാണ്. ഇപ്പോഴത്തെ ഈ ചൂട്ടത്ത് ഇതിടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ മഴക്കാലമല്ലേ ഇനി വരണത്, നമുക്ക് വേഗം ഉണങ്ങി കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ഞാൻ ഡെയിലി യൂസിനാണ് ഇത് വാങ്ങിച്ചിരിക്കണത് കേട്ടോ. നമുക്ക് പുറത്തേക്ക് വേണമെങ്കിൽ ഇടുകയൊക്കെ ചെയ്യാം. 4 എണ്ണത്തിന് 499 രൂപയല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒറ്റ സ്റ്റിച്ചേ ഉള്ളൂ കേട്ടോ. നമുക്ക് മേടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യണത് നല്ലതാണ്. അപ്പോൾ കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ വിട്ട് പോകട്ടാ. അപ്പം നമ്മുടെ ആവശ്യത്തിനൊന്ന് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. കുറേ നാൾ ഉപയോഗിക്കാം. കൈ ഇത്തിരി കൂടെ നീളുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വെട്ടി കുറച്ചതാണ്. എനിക്ക് ഇത്ര കൈയേ ഇഷ്ടമുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്ര കൈ വെക്കുമ്പോഴാണ് എന്തോ ഒരു ഇഷ്ടമുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്ര ആക്കിയതാണ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഏതാ ചേരണേന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. ഈ
ഡ്രസ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.